ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി അഫ്ഗാനി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മാരിനേറ്റിംഗ് ടൈം മാത്രമേ കൂടുതലുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. നമുക്ക് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് മാരിനേഷനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഹാൻഡ്ഫുൾ കൊറിയാൻഡർ ലീഫ്, അതിൻ്റെ പകുതി മിൻറ്റ് ലീഫ്, പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ്, അല്ലെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം. 10-12 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് പ്ലെയിൻ യോഗർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ചാറ്റ് മസാല ഇഷ്ടമുള്ളവർക്ക് അതും കൂടി 1 ടീസ്പൂൺ ചേർക്കാം. നമുക്ക് അരച്ചെടുത്തപ്പോൾ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ളൊരു മസാല കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് കയ്യിലിട്ട് പൊടിച്ച് ചേർക്കാം. അതിലേക്ക് നമ്മുടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളൊരു കനലോ കോലോ കത്തിച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇറക്കി വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷേങ്കിൽ ഇങ്ങനെയും കൂടി ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അതിന് ശേഷം ഒരു 45 മിനിറ്റ്സ് മിനിമം, അല്ലെങ്കിൽ ഒരു 2 hours വരെ, അതാണ് പറഞ്ഞത്. പ്രീ പ്ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. എല്ലാ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു നിൽക്കും. സമയമില്ലെങ്കിൽ ഒരു 45 ഒരു 2 hours വരെ നമുക്ക് ചെയ്യാം. ഞാനൊരു 2-3 hours ആയിരുന്നു മാരിനേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ആ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റാം. ഇനി അതിനുള്ളിലേക്ക് വെച്ചിരിക്കുന്ന കോലൊക്കെ എടുത്ത് മാറ്റിക്കളയാം. ഇത് ഫോയിൽ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മോക്കി നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ആയതിനു ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അത് മെൽറ്റായതിനു ശേഷം കുറച്ച് ഹോൾ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മസാല മാത്രം, ഒരു 2 ഗ്രാമ്പൂ, 1 ഏലക്കായ, 2-3 ഹോൾ പെപ്പർ, 2 ചെറിയൊരു പട്ട, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ഗ്രീൻ മസാലയിലുള്ള ചിക്കൻ മാത്രം എടുത്ത് കുറച്ച് സമയം നമുക്ക് സോട്ട് ചെയ്യാം. ചിക്കനൊക്കെ ആഡ് ചെയ്തു. ഇനി ആ ഒരു ഗ്രീൻ മസാല നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു ചിക്കൻ നമുക്കൊരു 3-5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അവിടെ ബാക്കിയുള്ള ഗ്രേവിയും കൂടി ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി ഈ കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കണം. എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ തിളച്ച വെള്ളം മാത്രമേ ഇങ്ങനെ കറിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ കുക്കായി വരേണ്ട ഒരു ടൈം മാത്രമേ വേണ്ടുള്ളൂ. വേറെ ഒന്നും മസാലയൊന്നും ആഡ് ചെയ്യാനില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ്, കാരണം വളരെ റിച്ചുമാണ് ഈ കറി. നമ്മൾ കാഷ്യൂനട്ടും ഫ്രഷ് ക്രീമും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ഒരു വെറൈറ്റി ആയ ഒരു കറിയാണ്. ഇതിൽ നമ്മൾ ഫ്രഷ് ക്രീമും കാഷ്യൂ ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു റിച്ച് ആയൊരു കറിയും കൂടിയാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പം, ഗീ റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്